അസൂയപ്പെടുത്താനും കൂടിയിട്ടാണ് ഈ വീഡിയോ എടുക്കണത്. ഇതൊന്നും നമ്മളൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കൊടുക്കായിരുന്നു. കണ്ടാ മണി തക്കാളി. ഇന്ന് പോർക്കും കൂർക്കയാണ് വയ്ക്കാൻ പോകുന്നത്. വേപ്പിൻ്റെ ഇല വേണം, കൂർക്ക ചവിട്ടണം. ഞാൻ ഒരു പണി ചെയ്യണതാണ്, കണ്ടുകൂടെ കുട്ടി. ഇല്ലേ ഇതിന് സ്വല്പം കുരുമുളക് ഈ ഉള്ളിലേക്ക് ആകുമ്പോൾ കുരുമുളക് എന്തുണ്ട് സബോള കുറച്ചുകൂടെ കൊത്തിരി വെച്ചിട്ടുണ്ട്. അതിൽ പൂമാനമേ ഒരു രാഗമേഘം താ. കണ്ടമാനം ചട്ടികളാണ് നമുക്ക് കിട്ടിയത്. ചട്ടികളല്ല, ചെടിച്ചട്ടികൾ. ഇതൊക്കെ നമുക്ക് ഈ സുമേഷല്ലേ ഈ വാളന്റെ കാലുമേ മുറിഞ്ഞാനെ നമ്മുടെ സുമേഷ് അവിടെ നമ്മുടെ പൂന്തോട്ടം ആക്കിയില്ലേ, അപ്പോൾ കുറേ ചട്ടികൾ കിട്ടി. അപ്പം ഇതൊന്നും നമ്മളൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കൊടുക്കായിരുന്നു. കണ്ടാ എന്തോരം ചട്ടികളാ. ഞാൻ സേവന ഭാരത്തിലാ. അതായത് എത്ര പണിതാലും കഴിയാത്ത രീതിയിലാണ് പ്ലാസ്റ്റിക് വരുന്നത്. ഒരു ലോഡ് ചാക്കുകളുണ്ടായിരുന്നു. അത് രണ്ടും കെട്ടിയിട്ട് അവിടെ അപ്പുറത്ത് കൊണ്ടുവച്ചു കോർപ്പറേഷൻകാർക്ക് കൊടുക്കാനായിട്ട്. ഇനി ഇതുകൊണ്ട് വെടുപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പണികൾ ചെയ്യും തോറേ കുറേ സാധനങ്ങൾ വാങ്ങിക്കില്ലോ. ആ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒക്കെ നിറയെ ഈ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇവിടെ വെടുപ്പാക്കാൻ കാരണം എന്താ വെച്ചിട്ട് ഇവിടെ നിറയെ മണിത്തക്കാളികളാണ്. നോക്കിയേ, നമുക്കിവിടെ മണിത്തക്കാളി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് നിറയെ മണിത്തക്കാളികൾ കണ്ട. ഇത് കണ്ട അതിൻ്റെ വിത്തുകളൊക്കെ അവിടെയൊക്കെ കിടന്നിട്ട് നോക്കിയേ കണ്ട നിറയെ ഉണ്ടായിക്കെ. ഇത് ഒരെണ്ണം തന്നെ ഉണ്ടാവും, വിത്തുകൾ തന്നെ കൊഴിഞ്ഞ്. പിന്നെ എവിടെയാ അതായത് ഇതെവിടെ ഒരെണ്ണം. ഇതൊന്നും കളയണില്ലേ നമ്മൾ മണിത്തക്കാളി. അതായത് ഇവിടെ ഒരെണ്ണം ഒക്കെ നല്ല ഇതിൽ നീ ഇവിടുത്തെ പുല്ലൊക്കെ വലിച്ചു കളഞ്ഞിട്ടേ ഇതാക്കി കൊടുക്കണം. എന്നിട്ട് പറയുന്നത് വെടുപ്പാക്കണം, അവർക്ക് നനച്ചു കൊടുക്കണം. എന്താ അറിയ കണ്ണടച്ചിരിക്കണം. മണി തക്കാളി ഓരോ വേണം. ഞാനവിടെ നല്ല മധുരം സാധാരണ നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്ക്. എന്തിട്ട് നമ്മളത് നീ ഇവിടെ കൂട്ടാക്കിയത് എന്നോട് ഹെൽപ്പ് ചെയ്യാൻ എന്നോട് ഒന്നും ചെയ്തെന്നാ പറഞ്ഞോളത്. നല്ല ഭാര്യമാർ അങ്ങനെയാണ് ചേട്ടാ. ഇന്ന് പോർക്കും കൂർക്കയാണ് വയ്ക്കാൻ പോകുന്നത്. സാധാരണ പോർക്ക് വെക്കണ സമയങ്ങളിൽ വെക്കണ ദിവസങ്ങളിൽ ചേട്ടൻ എന്നെ അടുക്കളയിലേക്ക് കയറ്റാറില്ല, ചേട്ടനാണ് വെക്കാറ്. മുന്നൊക്കെ ഇങ്ങനെയായിരുന്നു അറിയോ, ഇറച്ചി ഐറ്റംസ് എന്ത് കോഴിയായാലും പോത്തായാലും പോർക്കായാലും പിന്നെ മട്ടൻ നമ്മൾ വാങ്ങിക്കാറില്ലല്ലോ. അപ്പോൾ ഇത് മൂന്നിലേത് വാങ്ങിച്ചാലും ചേട്ടൻ തന്നെ വയ്ക്കുക. പിന്നെ കോഴി ഞാൻ വയ്ക്കാൻ തുടങ്ങി. കാരണം ചേട്ടനെ ധൃതി കൂടിയിട്ട് ഒന്ന് വഴറ്റാനൊന്നും നിൽക്കില്ല. സ്പീഡിലൊക്കെ ചെയ്ത് വരുമ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ സമാധാനമായിട്ട് വയ്ക്കുള്ളൂ. അപ്പോൾ ഞാനൊരു വട്ടം വെച്ചപ്പോൾ ചേട്ടനും പറഞ്ഞു അതാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ചിക്കൻ ഞാൻ വയ്ക്കാൻ തുടങ്ങി. പിന്നെ ബീഫ് ഞാൻ വയ്ക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും പോർക്ക് ചേട്ടൻ എനിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ പറഞ്ഞു പോർക്കും കൂർക്കും എപ്പോൾ വയ്ക്കാൻ പോണേ. അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് വയ്ക്കാൻ പോണേ, ചേട്ടൻ ഈ ഏരിയയിലേക്ക് വരരുതെന്ന് പറഞ്ഞു. കൂർക്ക നന്നാക്കുമ്പോൾ മാത്രം ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂർക്ക വെള്ളത്തിലിട്ടിട്ടുണ്ട് അല്ലേ? ആ വെള്ളത്തിലിട്ടുണ്ട്. നോക്കി ഞാൻ ഈ മണി തക്കാളിയിൽ ഇവിടെ ഒരെണ്ണുണ്ട്. അത് വെളുത്ത പൊട്ടിക്കുക. ഈ മണി തക്കാളി എല്ലാ വീട്ടിലും വെക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിതിൻ ഈ മണി തക്കാളിയുടെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ നിനക്ക് തീ തരുന്നു. നോക്ക് നീണ്ട് നോക്കിയ അരി ഒന്ന് ഇളക്കി കൊടുക്കണം. സരിത ഞാൻ അവിടെ കൂർക്കപ്പന്നെ തുരി കളഞ്ഞ് തരണേ, ചവിട്ടി തരണേ. കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഞാനവിടെ കുറച്ച് പണിയിലുണ്ട് എനിക്ക്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് മതി. അത് മതി, സമയമുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാൻ പോവാണ് കേട്ടാ. പോരുത്.
ഇന്ന് പോർക്കും കൂർക്കയാണ് വയ്ക്കാൻ പോകുന്നത്. ആ ചേട്ടൻ എനിക്ക് ഗ്യാസ് അടുപ്പൊന്നും ഇവിടെ സെറ്റ് ചെയ്ത് തരണം. ഗ്യാസ് അടുപ്പിലാട്ട വയ്ക്കണേ. അത് വേണം, പക്ഷെ അതിന് മുൻപ് ഗ്യാസ് അടുപ്പ്. വെടുപ്പാക്കൽ എവിടെയൊക്കെ ഇങ്ങനത്തെ പൈപ്പ് ഇട്ടു. ഇങ്ങനത്തെ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നനയ്ക്കാൻ സുഖം. അത് എങ്ങനെ വേണമെങ്കിൽ ചുരുട്ടിയിട്ടാലും കുഴപ്പമില്ല, ഒന്നും പറ്റില്ല. ഞാൻ തുടങ്ങാൻ പോട്ടെ ചേട്ടാ. ആ തീ കത്തിച്ചു, കുക്കർ അടുപ്പത്ത് വെച്ചു. വേപ്പിൻ്റെ എല്ലാം വേണം, കൂർക്ക ചവിട്ടണം. ഞാൻ ഒരു പണി ചെയ്യണതാണ്, കണ്ടുകൂടെ കുട്ടി. ചൂടായിട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചു. സബോള മുഴുവൻ വേണ്ട അല്ലേ? അത് കുറെ കൊത്തി നോക്കിക്കോ, അവസാനം അത് വെറുതെ എന്നിട്ട് ഭയങ്കര രസമായിരിക്കും. ഇത്തിരി കുറച്ചു കൂട്ടാ. എന്നറിയ വേപ്പില കഴിയുന്നുണ്ട്. വേപ്പിൻ്റെ എല്ലാം അത്ര നല്ലതല്ല അല്ലേ? അതിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ മുരടിച്ച ടൈപ്പ് കിട്ടുന്നുണ്ട്. ഇവിടെ ചെയ്യാം. ഞാൻ കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചവിട്ടട്ടെ. ആ വെളിച്ചെണ്ണ ഇത്തിരി കുറവുണ്ട്. ഇത്തിരി ഉപ്പ് പൊടി ഇടാം. നമ്മുടെ ഉപ്പ് പൊടി ഇട്ട് വയ്ക്കണ ഭരണി മാറ്റി, അതിൻ്റെ മൂടിയൊക്കെ പൊട്ടി വേറെ ഭരണി വാങ്ങിച്ചു. എത്ര ഉണ്ടാവും നീ ഊഹിച്ചേ? ഏത് ഈ ഭരണിക്കാ? അതെ മറ്റേതിനാ? പൊടി ഉപ്പിടുന്നതിന് ചെറുതിന്. ഇതിന് എത്ര രൂപയാ? പൊടി ഉപ്പല്ലേ? ആ 500 രൂപ. എത്രയാ? 500 രൂപയ്ക്ക് വണ്ട ഭരണി കിട്ടും. 100 രൂപ. 140 രൂപ. അതങ്ങൾ ആദ്യം പറഞ്ഞാൽ മതി. അപ്പൊ ഈ ചോദ്യം കിട്ടില്ലല്ലോ. നമ്മളെ എന്ത് കാര്യം അങ്ങനെ തന്നെയാണല്ലോ പറയാ. നമുക്ക് മറ്റുള്ളവർ പറഞ്ഞാൽ അത് അവർക്ക് സമൂഹവുമായി ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സൂത്രമാണത്. മനസ്സിലായി? അറിയോ? അതായത് ലോകത്തില് നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ അറിയണ്ടോന്ന് അറിയാം. ഇപ്പൊ ഭരണിക്ക് 140 രൂപ എന്ന് പറഞ്ഞപ്പോൾ നിന്നോട് ഈ ഭരണിക്ക് 500 രൂപ എന്ന് അവര് പറയുന്നത് നീ വാങ്ങിക്കാൻ ചെന്ന്. ഇത്രയ്ക്ക് പോകുന്ന ഭരണി അവർ 500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വാങ്ങിച്ചു പോരില്ലേ? മനസ്സിലായ? ആ അതാണ് പറഞ്ഞത്. ഇത്രയ്ക്ക് പോകുന്ന ഭരണി ഇതിൽ ഏകദേശം 1/2 കിലോ ഉപ്പുള്ളൂ, ഉപ്പ് പൊടിയുള്ളൂ. അതിന് 130 100 രൂപ വാങ്ങിച്ചുള്ളവര്. എന്നിട്ട് അതിനോട് 100 രൂപ തന്നാ മതി എന്ന് പറഞ്ഞു. വേറെ ഭരണി വാങ്ങിച്ചില്ല, 2 ഭരണി വാങ്ങിച്ചില്ല. മറ്റേ 200 240 രൂപ. പക്ഷെ അതിന് 200 രൂപയും ഇതിന് 100 രൂപ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ മൊത്തം 300 രൂപ വാങ്ങിച്ചുള്ളൂ. അതന്നെ ഈ വാങ്ങിക്കാനായിട്ട് വരുമ്പോഴേ അവര് 140 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് ചോദിക്കും. ഞാൻ ചോദിച്ചില്ല. അല്ല ആൾക്കാർ അങ്ങനെയാന്ന്. 100 രൂപ എന്ന് പറഞ്ഞാൽ 50 രൂപയ്ക്ക് ചോദിക്കും. അപ്പൊ അതുകൊണ്ടാവും 140 എന്ന് പറഞ്ഞ. ചേട്ടൻ ചോദിച്ചില്ല, വില കുറച്ച് ചോദിച്ചില്ല, പക്ഷെ 100 രൂപയ്ക്ക് തന്നൂലേ. അതായത് നമ്മള് ഇങ്ങനെ ഓരോരുത്തരോട് ഒരു സാധനം വാങ്ങിച്ചു കൊടുന്നു. ഒരു സാരി നീ എടുത്തു വന്നു കഴിഞ്ഞാൽ നീ ചോദിക്കില്ലേ? ചേച്ചിമാരാരെങ്കിലും വന്നു നീ വെറുതെ ചിലപ്പോൾ ചോദിക്കില്ലേ? അങ്ങനത്തെ സാധനങ്ങളുടെ വില ഏകദേശം എനിക്കറിയാം. അപ്പൊ നമ്മളതുമായിട്ട് അപ്പൊ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ശരിയാ. അതിന് വല്ല സാധനം വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോവോ? പിന്നെ എനിക്ക് എങ്ങനെയാ ലോകപരിചയം ഉണ്ടാവാ? ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോവില്ല. വാങ്ങിക്കാനുള്ള സാധനം എന്തിട്ടാന്ന് ലിസ്റ്റ് ഇട്ട് തരാൻ പറയാം. അതും കൊണ്ട് ചേട്ടൻ വാങ്ങിച്ചിട്ട് എന്നിട്ട് കുറ്റം എനിക്ക്. കുറ്റല്ലത്, അറിവില്ലായ്മ ഒരു കുറ്റമല്ല. അറിവുള്ളവരെടുത്ത് നമുക്ക് ചോദിക്കാലോ. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടാ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി. കൂർക്ക തൊലി കളഞ്ഞിട്ടുണ്ട് അവിടെ, പക്ഷെ ഞാൻ അത് വാങ്ങിച്ചില്ല. കാരണം ചിലപ്പോൾ അത് മിരിഞ്ഞാണ്, അത് കൊണ്ടു വെച്ചാവും. അപ്പൊ ആ കൂർക്കര മുകളില് മുളക് പൊടി. കൂർക്കയിലേക്കുള്ളതും കൂടി ഇടണ. ഇട്ടോ. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. നമുക്ക് പിന്നെ ലാസ്റ്റ് വേണം നോക്കിയിട്ടിടാം. ഇതിലേക്ക് നമ്മൾ നുറുക്കി കഴുകി വെച്ചിരിക്കുന്ന പോർക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. സഞ്ചിയിൽ കൂർക്കാനെ ചവിട്ടി മെതിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നീ കേട്ടോ സരിതാ? സഞ്ചിയിൽ കൂർക്കാനെ ചവിട്ടി മെതിക്കുക അതല്ല, അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനേ. അതായത് നമ്മൾ ഈ കൂർക്കില്ലേ, ഈ കൂർക്ക നമ്മുടെ തൊലി കളഞ്ഞ് കിട്ടും. തൊലി കളഞ്ഞ് കിട്ടുമ്പോൾ കടയിൽ
ചിലപ്പോൾ അവർ പറയും അപ്പം തന്നെ കൊണ്ടുവന്ന് വെച്ചാന്ന് പറയും, ചിലപ്പോൾ പറയും ഒന്നും പറയില്ല. അപ്പോൾ നമ്മളത് എടുത്ത് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ 2 ദിവസത്തിന് മീതിയായിട്ടുള്ള കൂർക്കയിരിക്കും. അപ്പോൾ ആ കൂർക്കര മുകളിൽ ഇതിങ്ങനെ നമ്മൾ പത അത്രയ്ക്ക് വന്നിട്ടില്ലെങ്കിലും ആ കൂർക്കര തൊലി കളഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ ഒന്ന് വരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ കൈൻ്റെ ഇവിടെ പോരും, ഒരു ചാല് പോലെ പോരും. അപ്പോൾ അത് ആ കൂർക്ക നാശം അർത്ഥം. ചില വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 3 വിസിലടിക്കാം. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ കൂർക്ക വാങ്ങിച്ചില്ലാന്ന്. ആ നല്ല കുട്ടി, ഗുഡ് ബോയ്. പിന്നെ നന്നാക്കാൻ ഞാൻ പറഞ്ഞേ, പിന്നെ ഉച്ചക്കിലേക്ക് കഴിക്കണമെന്നുണ്ടാ? വൈകുന്നേരത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ ചേട്ടൻ വരണ്ട. അല്ല ഞാനവിടെ പണിയില്ലേ. ചോറ് എന്ത് ചോറ് ഊറ്റാൻ പോവാ. ചോറ് ഊറ്റിയിട്ട് മതി. ഞാൻ തൊലി കളഞ്ഞ് കണ്ടേ നമ്മുടെ കൂർക്കണ്ട ഭംഗി ചവിട്ടി കൂട്ടി പരിവാക്കി ഇനി ഇവിടെ ഇരുന്നിട്ട് നന്നാക്കാം. ഇത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന കല്ലുപ്പിട്ട് വയ്ക്കുന്ന പറഞ്ഞത് അതിൻ്റെ ഒപ്പം വാങ്ങിച്ചത്. ഇതിന് 200 രൂപ കേട്ടോ. 240 രൂപ പറഞ്ഞേ. ആ രണ്ട് നമ്മൾ വലിപ്പ വ്യത്യാസം നോക്കി നേരത്തെ. അതെനിക്കറിയാം. അല്ല ഞാൻ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇരട്ടികളും വലിപ്പുണ്ട് ഇതിൽ. അതിൻ്റെ വ്യാപ്തം അതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു വിസിലടിച്ച് ഒരു 3 വിസിലാണ് അടിച്ചാൽ മതി. മതിയോ? അവിടെ ഇനി കൂർക്കിട്ടിട്ട് ഒരു വിസിലും കൂടി കൂർക്കാൻ നന്നാക്കാൻ തുടങ്ങട്ടെ. ഞാൻ എൻ്റെ കളർ നിന്നു. എൻ്റെ 3 വിസിലടിച്ചു കേട്ടാ. ഓഫാക്കിയിടാം. മഴ പെയ്തു പെയ്തു മഞ്ഞ് കുളിർത്തു. അല്ല മണ്ണ് കുളിർത്തു എന്നല്ല പറയാ. അതേത് പാട്ടാ? ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു പൂമാനമേ. അതിപ്പോൾ വീണ്ടും കുറേ പാട്ടില്ല അങ്ങനെ വരുന്നില്ല, അലയടിക്കുന്നുണ്ട്. ഓസ്ലർ സിനിമ കണ്ട നിങ്ങളെല്ലാവരും? ഓസ്ലറിൽ സൈജു ഗ്രൂപ്പിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിക്കണത് ജോസഫ്. ആ പൂമാനമേ പാട്ട് പാടുന്നത് അത് നമ്മുടെ ക്രോസ് ബെൽറ്റിലത്തെ നമ്മുടെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും. നാടകത്തിൻ്റെ റിഹേഴ്സലിൻ്റെ. ചെയ്യാൻ മറ്റന്നാ വരുന്നുണ്ട് അവൻ. അപ്പൊ നമുക്ക് അവനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം. പൂമാനമേ കൂർക്കാൻ കഴിഞ്ഞു കേട്ടാ. കണ്ട ഈ കൂർക്കി നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ട അടിപൊളിയല്ലോ ഇല്ലേ? വെന്തുണ്ടല്ലേ? എടുത്ത് നോക്കണ വെന്തുണ്ട്. വെന്തുണ്ട്. പ്രശ്നം എടുത്ത് ഇടാൻ വേണമെങ്കിൽ എന്തിനാ വെള്ളം വരുന്നത് അങ്ങെടുത്ത് അതിൻ്റെ എടുക്ക. നീ കൂർക്കാലിക്കിടണം. കുക്കർ പരിപാടിയുള്ളൂ കേട്ടോ അതില്. സുഖ പരിപാടി അതന്നെ. കൂർക്കപ്പളും വെള്ളത്തിൽ നിന്ന് എടുത്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മണ്ണുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പോയിക്കോട്ടെ വെച്ചിട്ടുണ്ട് കേട്ടാ. കൂർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ണം നോക്കി നോക്കിയേ, ഉപ്പും എരിവും നോക്കി നോക്കിയേ. കുറവാണെങ്കിൽ ഇടേണ്ടി വരും. ഈ കൂർക്കലിക്കുള്ള കൂടി ഇടേണ്ടി വരും ചേട്ടാ. അതിന് സ്വല്പം കുരുമുളക് ഈ ഉരുളിലേക്ക് ആകുമ്പോൾ കുരുമുട്ടപ്പൊടി എന്തുണ്ട് പൊടി? ഇന്നത്തെ ദിവസം ഇതുവരെ തെറ്റൊന്നും പറ്റാണ്ട് ചേട്ടൻ ഇങ്ങനെ സൂക്ഷിച്ച് സംസാരിച്ച് വരെയായിരുന്നു. കുരുമുളക് പൊടി ഇട്ടാ മതി, മനസ്സിലായ? ഇപ്പം അതിൽ വേവിച്ചോ, ഒരൊറ്റ വിസിലടുപ്പിക്കും. അപ്പോൾ കൂർക്ക വേവും, കലക്കനാവും. ഞാനവിടെ കുറച്ച് പണിയിലുണ്ട്. എനിക്ക് കൂർക്കയിലേക്കുള്ള ഉപ്പ് ഇടുന്നുണ്ട് കേട്ടാ. കുറച്ചിടാം, ഇപ്പം വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ടിടാം. മുളക് പൊടിയും ഇടേണ്ടി വരും. അല്ലടി, മുളക് പൊടിയിലുണ്ട്, കുരുമുളക് പൊടി ഇട്ടാൽ മതി. നീ നോക്കിയിട്ട് വേണ്ട, സ്വല്പം കുരുമുളക് പൊടി ഇടണം.
ഇറച്ചി എന്തിട്ടായാലും കുരുമുളക് പൊടി ഇല്ലാണ്ട് എന്ത് ഇറച്ചി? അത് ലാസ്റ്റ് വേണേ ഇത്തിരി ഇടാം. ഇപ്പം ഞാൻ എന്തായാലും ഇത്തിരി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ആ ഇറച്ചി മതിയാ. ഓക്കെ, ഇനി നമുക്കിത് അടച്ച് കഴിക്കുമ്പോൾ ആ സബോള നൂർക്കിയിട്ടിടാം. ഒറ്റ വിസിൽ. ഒരു വിസിലടിച്ചു കേട്ടാ, കൂർക്കിട്ടേ. അപ്പോൾ ഓഫ് ചെയ്തു. ഞാനവിടെ നിന്ന് പന്നു പറയുമ്പോൾ വന്നും പോന്നു. ഇത് പന്നു. ഇനി തണക്കണം. തണക്കണമല്ല, അതിൻ്റെ ആ ഇത് പോകണം, എയർ പോകണം വരെ നമ്മൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ. സാധാരണ ക്രൈം ത്രില്ലർ പടങ്ങളൊന്നും ചേട്ടന് ഇഷ്ടമില്ല. ത്രില്ലർ പടങ്ങൾ, ക്രൈം, സസ്പെൻസ് ത്രില്ലർ, ഹൊറർ ത്രില്ലർ അങ്ങനത്തെ പടങ്ങളൊന്നും ചേട്ടന് ഇഷ്ടമില്ല. ഓൺലി കോമഡി പടങ്ങൾ ആണ് ഞങ്ങൾ മെയിനായിട്ട് തിയേറ്ററിൽ പോയി കാണാറുള്ളത്. ഇപ്പോൾ ജോസഫ് അഭിനയിച്ച കാരണമാണ് ഞങ്ങൾ ഓസ്ലർ കാണാൻ പോയി. കുഴപ്പമില്ല കേട്ടോ, നല്ല സിനിമ. അത്യാവശ്യം നമ്മൾ എൻഗേജിങ് ആക്കി കൊണ്ടുപോകുന്ന ഒരു പടം. കുഴപ്പമില്ല. ജോസഫിൻ്റെ സീനൊക്കെ ശരിക്കും നമുക്ക് ഇമോഷണൽ ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യും. അപ്പോൾ പാടാം അല്ലേ? കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീജിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിയിഴയായി പൂമാനമേ ഒരു രാഗമേഘം താ പൂമാനമേ ഒരു രാഗമേഘം താ കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. മതി. ഇത് ആ സമയത്ത് ഭയങ്കര ഹിറ്റായ പാട്ടല്ലേ? ആളുകൾ ചൂണ്ടിലോ നിറക്കൂട്ടും യാത്രയും രണ്ട് പടത്തിലും മമ്മൂട്ടി മൊട്ടടിച്ചിട്ടായിരുന്നു യാത്ര. പക്ഷെ വിജയിച്ചില്ല. അതുകൊണ്ട് നിറക്കൂട്ട് വിജയിച്ച പടല്ലേ? യാത്രയും വിജയിച്ചു. യാത്രയെ മറ്റേ സിനിമയിലെ കോപ്പിടിയാ സിൽവർ സ്റ്റാലിന്റെ റാംപി എന്നിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. ഇയാളുടെ പടല്ലേ എന്താ ബാല, അയ്യോ പേരുകളാണ് മറന്നു പോണല്ലോ, വയസ്സാകുമ്പോ പേര്. ബാലുമഹേന്ദ്രന്റെ പടമാണ് യാത്ര. ആണോ? വെറുതെ പറഞ്ഞതാ. ബാലുമഹേന്ദ്ര. മമ്മൂട്ടി യാത്രയിലല്ല തന്നെന്നം താനെന്നം കുട്ടികളെ ബസ്സില് ആ പാട്ട്. പിന്നെ അതുപോലെ മറ്റേ പാട്ട് യമുനെ നിന്നുടെ നെഞ്ചിൽ നിറയെ. അയ്യോ ശോഭനയുടെ ഡാൻസില് ശോഭനയുടെ ഡാൻസ് അങ്ങനെ എല്ലാ സിനിമയിലും. ഏത് പാവാടിട്ടിട്ട് എനിക്കറിയില്ല. എന്തായാലും ആവട്ടെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ശരി, പോയി കുളിച്ചിട്ട് വരൂ. അത് പോയി വിസിൽ പോയി. അത് തുറക്കാം, തുറന്നിട്ട് പോവാം. അല്ല അത് കൂർക്കലും മുങ്ങും. ഇനി ഉരുളിയിലേക്ക് എടുത്ത് വയ്ക്കണ്ടേ ചേട്ടാ? നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. ഇതിപ്പോ ഇളക്കുമ്പോ അറിയാം. എനിക്ക് ഇളക്കുമ്പോ നോക്കിയേ, അല്ല ഇതാണ് അതിന്റെ ഹൈലൈറ്റ്. ഈ കോർക്കും അല്ല എന്തിട്ട് പറഞ്ഞേ? കൂർക്കും പോർക്കേ നമ്മുടെ ഫേമസ് ആവാൻ കാരണം എങ്ങനെയെന്നറിയോ? മറ്റേ അല്ല ഇത് ഫേമസ് ആവാൻ കാരണം
ലിജോ ജോസ് പല്ലിശ്ശേരി ഇല്ലേ, ജോസ് പല്ലിശ്ശേരി ഇല്ലേ, ആളുടെ അപ്പൻ. ആളാണ് ഒരു സിനിമയിൽ ഇത് പറഞ്ഞത്. ജോസ് പല്ലിശ്ശേരി അപ്പനാ? അല്ല, ജോസ് പല്ലിശ്ശേരി ഒരു സിനിമയിൽ വിരുന്ന് ആരൻ്റെ അകത്ത് തീ കടന്നു വരുമ്പോൾ നിങ്ങളെ കൂർക്കും പോർക്കും ഇതിൽ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. തൃശ്ശൂരാ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ കൂട്ടാണ്ടാ. ഇത് കൂട്ടി ചോറാൻ ഗംഭീര സാധനം. അത് കുറച്ച് പറ്റും അരി ഇടുന്നിട്ട്. ഇതിലേക്ക് ഒഴിച്ചോ, നീ ഒന്നും ചെയ്യണ്ട. നീ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ടോ. ഇതാ ഉരുളി ചൂടാക്കിയിട്ട് ചൂടായിട്ട് അല്ല അരി ഒഴിക്കാം. നീ എന്തിനു വെള്ളം ഒഴിച്ചായിരിക്കും? ഏയ് നെയ്യിലുള്ള പോത്തിറച്ചിയിൽ വെള്ളം ഒഴിക്കില്ല, പക്ഷെ പോർക്കിൽ ഒരു ലേശം വെള്ളം ഒഴിക്കും. കൂർക്ക കൂടി ഇറച്ചി കുറഞ്ഞു തോന്നുന്നുണ്ട് ചേട്ടാ. അത് മതി. ഇതൊന്ന് ഇതിൽ കിടക്കട്ടെ. പൊളിച്ചിട്ട് വരാട്ടാ. കുറേ നേരമല്ലേ പറയണു, എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാ. ചേട്ടൻ കുളിക്കണം. എൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ തൊട്ട് എന്നോട് ഇങ്ങനെ പറയുന്നു തുടങ്ങി, ഇടയ്ക്കാണ് കുളിച്ചാലോ വീട്ടിൽ. ഇത്തിരി കുറയ്ക്കാം. പപ്പടം കാച്ചണ്ടായിരുന്നു അല്ലേ? ഞാൻ തന്നെ പോയി വാങ്ങിക്കണ്ടല്ലേ പപ്പടം. ആ, അതെന്താ മുണ്ട കൊടുത്തിട്ട്? അതല്ല, ഒന്നുമില്ല. ഉപ്പൊക്കെ അടിപൊളി, ഉപ്പൊക്കെ ഉണ്ട്. എരിവ് ഇത്തിരി കുറവാ. കുരുമുളക് പൊടി ഇട്ടാൽ മതി. ആ, തീ കെടുത്തി കുടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതാണ് ഇത്ര നേരം ചേട്ടാ കുളിക്കാണ്ടെന്ന് തുടങ്ങല്ലേ. കുരുമുളക് പൊടി ഇടണ അതില്? കുരുമുളക് പൊടി ഇടാറില്ല, ഞാൻ ഇടില്ലെന്ന് വെച്ചാ. മസാലപ്പൊടി ഇടണ്ടല്ലോ. നല്ല കുത്തരി ചോറ്. ചാറ് വേണ്ട. ആ എനിക്ക് അത് ആ പ്ലേറ്റ് കൂടി എടുത്ത് തരില്ല എനിക്ക്. ആ, എന്നിട്ടില്ലേ സബോള കുറച്ചുകൂടെ കൊത്തിയെറിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിടും. എന്നിട്ടാണ് കഴിക്കാൻ. ആനന്ദലബ്ധിക്ക് എന്ത് വേണം? ചേട്ടന് പിന്നാണല്ലോ വേണ്ടേ. ആ ജഗ്ഗുവിനെ കൊണ്ട് വിളിക്കായിരുന്നില്ലേ? ജഗ്ഗു ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഞങ്ങൾ മലമ്പുഴയ്ക്ക് പോയില്ലോ. അവിടെ താമസിച്ച റിസോർട്ടിൽ സ്വിമ്മിങ് പൂളുണ്ട്. അവൻ അതിൽ നിന്ന് കയറിയിട്ടില്ല. ഭയങ്കര ആർമാദിക്കലായിരുന്നു. റിന്തൻ്റെ പിള്ളേരും അവനും എല്ലാവരും കൂടി. പിന്നെ വെള്ളത്തിൻ്റെ താഴത്ത് എത്ര എണ്ണമാണ് അവരെ മുങ്ങിയെടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കലൊക്കെ ആയിട്ട്. അധികം താഴ്ച ഉണ്ടതിൽ, പക്ഷെ അവർ വെള്ളം ഒരടിക്ക് താഴ്ത്തിയിട്ടേക്കായിരുന്നു. ആ, എത്ര സമയം മുങ്ങാൻ പറ്റും എന്നൊക്കെ അല്ലേ. ആ, കൂടുതൽ സമയം മുങ്ങിയിടുന്ന ജഗ്ഗുവായിരുന്നു. അപ്പൊ അങ്ങനെയായിട്ട് എന്തായെന്നറിയോ, ജലദോഷം പിടിപെട്ടു. അപ്പൊ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ജഗ്ഗു ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പോകാന്ന് പറയുമ്പോ ചൂടുണ്ടാവേ. ഓ, ധാരത് പറയണേ. ചേട്ടൻ കണ്ണു ചോദിച്ചിരിക്കണ്ടല്ലോ. അടിപൊളി സാധനം വേണമെങ്കിൽ കഴിച്ചോ. ചൂട് കാരണേ ചോറ് ചൂടാറിണ്ട്. വേണോന്നാ ഒരു സ്പൂണും കൂടി ഉണ്ടായിരുന്നു. ജഗ്ഗു നല്ല ചൂടാ. ഇവിടെ ഇരിക്കും. ചോറ് കൂട്ടി തിന്നാൻ മുട്ടണ്ടാട്ടോ അതിൻ്റെ അടുത്ത്. ഇവിടേക്ക് ഇറങ്ങിയിരിക്കടാ. കാറ്റില്ലല്ലോ ഇന്ന്. തീരെ കാറ്റില്ല. നല്ല വെള്ളല്ലേ? എന്താ ചിരിക്കണ്? എന്റെ കോൺസെൻട്രേഷൻ പോണം. എന്തിന് പറയുമ്പോ? ഇല്ല, ഞാൻ ഒന്നും മിണ്ടല്ലേ. ഞാൻ വെറുതെ പറഞ്ഞു. ഒരു ഉരുളുണ്ടാക്കി അച്ഛൻ്റെ ജഗ്ഗുവിന് പോർക്കിന്റെ പുറം ഇറച്ചി ഇഷ്ടമില്ല, ജെല്ലി പോലെ എന്ന് പറഞ്ഞിട്ട്. ഉരുളാണോ നിനക്ക്? സദ്യക്കാണോ ഉരുള? തന്നോ പിന്നെ. കൊതുകാണോ? കൊതുകൊന്നുമില്ല. കൂർക്കും കുറച്ചൊരു ചേട്ടാ, എന്നിട്ട് ഉരുളുരുട്ടി ഉണ്ട്. ചൂടാണ്ടി. അപ്പൊ ഒരു പഴയകാല കൂട്ടാൻ. അപ്പൊ നമ്മൾക്ക് ജോസഫിനെ വന്നിട്ടേ പൂമാനമായി ഒന്ന് പാടിപ്പിക്കാം.
2 ദിവസം കഴിഞ്ഞിട്ട് റിഹേഴ്സലുണ്ട്, നാളത്തിന്റെ റിഹേഴ്സലുണ്ട്. അപ്പൊ ഒന്ന് പാടിപ്പിക്കാം വന്നിട്ട് കേട്ടാ. നിർത്താല അവര് വ്യാപൃതരായി, ഞാനും വ്യാപൃതനായി. ഇന്ന് വൈകുന്നേരമായപ്പോഴേ പോർക്കും കൂർക്കൊക്കെ വെച്ചു, അതൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. എനിക്കറിയില്ലല്ലോ ഇവര് വരുന്നതേ. നമ്മുടെ വീട് നിറച്ച ആൾക്കാരാ. തുന്തുരു വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, തുന്തുരുവിന്റെ ഫ്രണ്ട്സ്. ജിൻസ് എങ്ങോട്ട് വന്നടാ? ജിൻസ് പേടിച്ചു ജിൻസിന്റെ ഭാര്യ ഇവിടെ ഉണ്ട് കേട്ടാ. ഇത് ജിൻസിന്റെ അച്ഛനാണ്, ജിൻസിന്റെ മോള് ഇഷിക, ജിൻസിന്റെ വൈഫ് മിനു. ജിൻസിന്റെ അമ്മ അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പോർക്കും കുറുക്കും? എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അതെ. ചക്കര ഇവിടെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു. വാവയുണ്ട് ഇവിടെ, പ്രയാഗ. പിന്നെ ഒരു കൂട്ടുകാരനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ തുന്തുരുവിന്റെ. നിങ്ങളുടെ കൂടെ വന്ന ആള് ഇതാണ് വിനിച്ചേട്ടാ. ഞങ്ങളൊക്കെ ഒരുമിച്ച് നാട്ടില് വർക്ക് ചെയ്താണ്. കൊറേ കൊല്ലം മുന്നേ ദാസില് 2007 മുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ 3 പേര്. അനുരഞ്ജും കൂടി ഉണ്ടല്ലേ? അയ്യോ, അനുരഞ്ജ് ദുബായിലല്ലേ അപ്പൊ? അതെ, അസൂയപ്പെടുത്താനും കൂടിയിട്ടാണ് ഈ വീഡിയോ എടുക്കണത്. ഞങ്ങൾ വീഡിയോ എടുക്കണതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവരാ പറഞ്ഞേ, ഇത്ര വലിയ ഗസ്റ്റുകള് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എന്താ വീഡിയോ എടുക്കാത്ത, നിങ്ങളുടെ വ്ളോഗിൽ എന്താ ഞങ്ങളെ കാണിക്കാത്തത്? ബിനുവിന്റെ ഭാര്യ ജാസ്മിൻ വളരെ എളിമയും വിനയവുമുള്ള. ഇവർ രണ്ടുപേരും അബുദാബിയിലാണ് കേട്ടാ. ഷിപ്പിലാണ് വർക്ക് ചെയ്യണേ അല്ലേ? ഷിപ്പിലല്ലേ? ഷിപ്പിലല്ല.